കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നീ വന്നൊന്ന് അനുഗ്രഹിച്ചാൽ ഉണ്ണിക്കും അത് നല്ലതാ. ഞാൻ വരില്ല, ആരെയും അനുഗ്രഹിക്കുകയില്ല. വേണമെങ്കിൽ ഏട്ടൻ പൊക്കോ, എന്നെ വിട്ടേക്ക്. ഈ ഒരു തവണയെങ്കിലും ഞാൻ പറയുന്ന കേക്ക്. എല്ലാവരും ഉള്ളപ്പോ നീ മാത്രം ഇല്ലാതിരിക്കുന്നത് ശരിയല്ല. എങ്കിലല്ലേ എന്റെ മഹത്വം എല്ലാവർക്കും മനസ്സിലാവൂ. നീ കാര്യം മനസ്സിലാക്കി ജയന്തി, ഞാൻ പറയുന്ന കേക്ക്. ഏട്ടൻ എന്നെ ആദ്യം മനസ്സിലാക്ക്. വേറെ എന്ത് കാര്യത്തിലെങ്കിലും ഞാനിങ്ങനെ വാശി കാണിച്ചോ? അപ്പോഴെന്താ, നീ വരില്ലെന്ന് തന്നെയാണോ? ഇല്ല. ശരി, നിന്റെ ഇഷ്ടം. ഞാൻ പോകുന്നു. അച്ഛാ, അമ്മയുടെ അവള് വരില്ലെന്ന് വിട്ടേക്ക്. ആദ്യമായിട്ടാ ഈ വീട്ടിൽ ഏടത്തില്ലാത്തൊരു ഫംഗ്ഷൻ നടക്കുന്നേ. ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. നിന്റെ ഏട്ടത്തി അന്യദേശത്തൊന്നുമല്ല, മുറിക്കകത്ത് തന്നെ ഉണ്ട്. ചടങ്ങ് കഴിയുന്നതിന് മുമ്പ് മനസ്സുമാറി അവള് വന്നേക്കാം. ആരും സങ്കടപ്പെടണ്ട. അമ്മ വരുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഫംഗ്ഷൻ മുടങ്ങാനായിട്ട് ഞാൻ എന്തായാലും ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. അഭിയും ബസുവും കുട്ടികളും ഒക്കെ എന്തി? കുട്ടികളെ റെഡിയാക്കിക്കൊണ്ടിരിക്കുക അച്ഛാ, അവരിപ്പോ വരും. ശരി മോളെ. നമസ്കാരം തിരുമേനി. നമസ്കാരം. വന്നാട്ടെ. പറഞ്ഞ കാര്യങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ട് പൂജാരി. പറഞ്ഞതുപോലെ എല്ലാം ഉണ്ടോന്നൊന്ന് ചെക്ക് ചെയ്തേക്കണേ. ഇത് പുണ്യമുണർന്ന സുവർണ ദിനം, ഒരു കോടി മംഗളം വരമരുളി മകരന്ദ ബിന്ദുവായി പ്രിയ നിമിഷ. അനു, കീർത്തി, ഉണ്ണി, ഉണ്ണി എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ഞങ്ങളെ കാണാൻ എങ്ങനെയുണ്ട് അച്ഛാ? എന്തു പറയാനാ മക്കളെ, കൊത്തിവെച്ച ശില്പം പോലെ ഉണ്ട്. പക്ഷേ ഏഞ്ചലാ അച്ഛാ. യെസ് സ്വീറ്റ്. ആ ശരി, നമുക്ക് താഴെ പോവാം. ഒരു മിനിറ്റ് നിക്കച്ചാ. എന്താ ഉണ്ണി? പൂജയ്ക്ക് അമ്മൂമ്മ എന്തായാലും വരുമായിരിക്കും അല്ലേ അച്ഛാ?
എനിക്ക് അമ്മമ്മയുടെ ബ്ലെസ്സിങ്സ് വേണോ അച്ഛാ? അമ്മമ്മയും അച്ഛനും എല്ലാരും ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കണം. ഷുവർ ഉണ്ണി. അതല്ല, അമ്മമ്മ വരില്ലെന്ന് പറയുന്നത് കേട്ടോ, എനിക്ക് വല്ലാണ്ട് പേടിയാവുന്നു അച്ഛാ. എന്റെ മനസ്സിലും ഇതേ ഭയം തന്നെയാണ് ഉണ്ണി. അമ്മമ്മ ഇല്ലാണ്ട് ഫംഗ്ഷൻ നടത്താന്ന് പറഞ്ഞാ അതെനിക്ക് വിഷമമുള്ള കാര്യ. അപ്പനും അമ്മമ്മയാണല്ലോ വീട്ടിലെ ഏറ്റവും മുതിർന്നവര്. അവര് ദൈവത്തിന് തുല്യാണെന്നാണല്ലോ. അതുകൊണ്ട് അച്ഛാ, ഇവിടുത്തെ അപ്പനും അമ്മമ്മയും എന്തായാലും ഫംഗ്ഷൻ ഉണ്ടായിരിക്കണം. നോക്കുണ്ണി, വലിയൊരു ദേഷ്യമൊക്കെ എത്ര നേരം ഉണ്ടാവാനാ? ഇന്നലെ രാത്രി ദേഷ്യപ്പെട്ട നിന്റെ അമ്മ ഇപ്പോഴേക്കും മനസ്സ് മാറിയിട്ടുണ്ടാവും ഉണ്ണി. ചിലപ്പോ ദേഷ്യം കുറഞ്ഞിട്ടുണ്ടാവില്ല. പുറത്തോട്ട് വരാതെ ഇരിക്കാം. മോനെ ചിലപ്പോൾ അനുഗ്രഹിച്ചില്ലെന്നും വരാം. പക്ഷേ ഇതൊന്നും തന്നെ നീ മനസ്സിൽ വെച്ചേക്കരുത്. ഇന്ന് അനുഗ്രഹിച്ചില്ലെങ്കിലും ചിലപ്പോൾ വേറൊരു ദിവസം നിന്നെ ഉറപ്പായി അനുഗ്രഹിച്ചിരിക്കും. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും. ഓക്കെ അല്ലേ? അങ്ങനെയല്ല അച്ഛാ, അത് പിന്നെ നിന്റെ ഭയം എനിക്ക് മനസ്സിലായി ഉണ്ണി. ഞാനും അമ്മമ്മയും തമ്മിൽ വഴക്കൂടില്ല. നിന്റെ അമ്മയോട് അമ്മമ്മ വഴക്കൂടില്ല. യു ഡോണ്ട് വറി. അമ്മമ്മ വന്നാ വളരെ നന്നായിരിക്കും അച്ഛാ. ഫംഗ്ഷൻ വളരെ നന്നായിട്ട് നടക്കുമല്ലോ. അമ്മമ്മ വരുമെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. ഓക്കെ? ഓക്കെ അച്ഛാ. ശരി, നിങ്ങൾ താഴേക്ക് വെക്കോ, ഞങ്ങൾ അങ്ങോട്ട് വരാം. വസുന്ധര, ഉണ്ണിയോട് പറഞ്ഞ കാര്യം തന്നെ ഞാൻ തന്നോടും പറയുന്നത്. അമ്മ ചിലപ്പോൾ വരാൻ ചിലപ്പോൾ വരാതിരിക്കാം. എന്നാൽ ഈ ഫംഗ്ഷൻ നടത്തേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അമ്മ വന്നില്ല എന്ന് കരുതി താൻ വെറുതെ വിഷമിക്കരുത്. പോകെ പോകെ എല്ലാം ശരിയായിക്കോളും. വരൂ. ഫംഗ്ഷൻ നടക്കണം, അമ്മ വരണം. പക്ഷെ ഇതിലേതെങ്കിലും ഒന്നല്ലേ സംഭവിക്കൂ. ഭഗവാനെ, രണ്ടും നടക്കുന്ന രീതിയിൽ ഒരു വഴി കാണിച്ചു തരണേ. മുഹൂർത്ത സമയം അടുക്കാറായി. ഒന്ന് പെട്ടെന്ന് വരാൻ പറയൂ. വാബി, മുഹൂർത്തത്തിന് സമയമാവുന്നു. എന്താ അമ്മയെ കാണാത്തത്? നമസ്കാരം മോനെ. നമസ്കാരം പൂജാരി. ഈ കുട്ടിയാണോ നിങ്ങൾ ദത്തെടുക്കാൻ ആഗ്രഹിക്കുന്നത്? അതെ. മോനെ, ഇവിടെ വന്നിരിക്കൂ.
അയ്യോ, രാവിലെ തന്നെ ഒരു മംഗളകാര്യം നടക്കുമ്പോ അപശകനായിട്ട് നീ എന്തിനാ തുമ്മിയത്? ഇനി ഈ ഫംഗ്ഷൻ നടന്നതുപോലെ തന്നെ. ഏയ്, എപ്പ തുമ്മണ എപ്പ തുമ്മാൻ പാടില്ലെന്ന് നിനക്ക് അറിയില്ലടി. കൺട്രോൾ ചെയ്യാനും അറിയില്ല. പെട്ടെന്നൊരു തുമ്മൽ വന്നാ എങ്ങനെയാ നിർത്താൻ പറ്റുന്നത്? ഇതെന്തോ ദുസൂചനയാ. ഈ ഫംഗ്ഷൻ പിന്നൊരു ദിവസം നടത്താം. ഇപ്പൊ നിർത്തിക്കോളൂ. അതൊന്നും സാരമില്ല മോളെ. വിഘ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതോടെ മാറിക്കിട്ടും. ആ, മോൻ അവിടെ ഇരിക്കെ. ഹലോ മാഡം. ഇറങ്ങിയോ രാജു? വന്നോണ്ടിരിക്കാ മാഡം. ഞാൻ പറഞ്ഞത് കൊണ്ടുവരുന്നുണ്ടല്ലോ. കൊണ്ടുവരുന്നുണ്ട് മാഡം. എന്നാ പെട്ടെന്ന് വാ, പൂജ തുടങ്ങാറായി. ഓക്കെ മാഡം. സാറേ, കുഞ്ഞിനെ ദത്തെടുക്കണമെന്ന് വിചാരിക്കുന്ന നിങ്ങളും ദത്ത് കൊടുക്കുന്ന രണ്ടുപേരും പൂജയിൽ പങ്കെടുക്കണം. ദത്ത് കൊടുക്കണമെന്ന് പറയുമ്പോ ഈ കുട്ടി എന്റെ മരുമകളുടെ മകൻ തന്നെയാ. എന്നിരുന്നാലും ആചാരപ്രകാരം ദത്ത് കൊടുക്കുന്നവരുണ്ടാകണം. അതുകൊണ്ട് കുടുംബത്തിലെ കാരണവരായ നിങ്ങളും ഭാര്യയും ദത്ത് നൽകിക്കോളൂ. ഞങ്ങളുടെ ഏട്ടൻ ഇവിടെ ഉണ്ട്, പക്ഷെ ഏടത്തിയില്ലല്ലോ. എന്താ സാറേ ഇത്? നിങ്ങളുടെ ഭാര്യ ഇവിടെ ഉണ്ടല്ലോ. ഞങ്ങളുടെ ഏടത്തി മുറിക്കുള്ളിലാ പൂജാരി, പക്ഷേ അവര് വരില്ല. എന്താ വരാത്തെ? ഏട്ടത്തിക്ക് ഈ ഫംഗ്ഷനിൽ താല്പര്യമില്ല. അവരുടെ വാക്ക് കേൾക്കാതെയാ ഈ ഫംഗ്ഷൻ ഇവിടെ നടത്തുന്നത്. ഒന്ന് നിർത്തുന്നുണ്ടോ സുമംഗലി? എന്താ, ഞാൻ സത്യല്ലേട്ടാ പറഞ്ഞത്. അകത്ത് എടുത്തി വിഷമിച്ചിരിക്കുമ്പോ നിങ്ങൾ ഇവിടെ ഫംഗ്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. സാറേ, രാമോഹൻ സാറേ, ഇതുപോലുള്ള ശുഭകാര്യങ്ങളിൽ നിന്ന് അവരങ്ങനെ മാറി നിൽക്കുന്നത് നല്ലതല്ല. പോയി കൂട്ടിക്കൊണ്ടുവരൂ. ഞങ്ങളുടെ ഏട്ടനെന്നല്ല, ഈശ്വരൻ വന്ന് വിളിച്ചാലും ഞങ്ങളുടെ ഏടത്തി പുറത്തു വരാൻ പോകുന്നില്ല.
അവളുടെ മനസ്സിപ്പോൾ ശരിയല്ല. ഇതല്ലാതെ വേറെ എന്തെങ്കിലും പരിഹാരമാർഗമുണ്ടോ? ഇതിനൊരു പരിഹാരം എന്ന് വെച്ചാ ഈ ഫംഗ്ഷൻ ഇപ്പൊ നിർത്തിയിട്ട് ഏട്ടത്തിക്ക് ഇഷ്ടമുള്ളപ്പോ ചെയ്യുന്നതാ പരിഹാരം. ഫംഗ്ഷൻ നിർത്താൻ പറ്റില്ല ഇളയമേ. പക്ഷെ ദത്ത് കൊടുക്കുന്നവരോട് ഉണ്ടാവണ്ടേ അഭി? എന്റെ ഭർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ ഞാനും അദ്ദേഹം ചേർന്ന് ദത്ത് തരുമായിരുന്നു. ഏട്ടാട്ടത്തി, നിങ്ങളിരിക്കുക. ഞങ്ങളോ? അച്ഛനും അമ്മയ്ക്ക് ശേഷം നിങ്ങളല്ലേ? ഇരിക്കും. പൂജാരി, എന്റെ മൂത്ത മകനും മരുമകൾക്കും ദത്ത് കൊടുക്കാൻ പറ്റുമോ? തീർച്ചയായും കൊടുക്കാമല്ലോ. അഭിമോൻ നല്ല കാര്യമാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ കുട്ടികളെ, നിങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നിരിക്കൂ. മോളെ, ദീപാരാധന തുടങ്ങിക്കോളൂ. മോളെ, മോന്റെ അടുത്ത് വന്നിരിക്കൂ.